ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു സഹായം ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താ കാരണം വെച്ചാൽ എൻ്റെ സുഹൃത്തും പിന്നെ പൊടിമോളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ പാപ്പനും കൂടിയാണ്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു സഹായം ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ചെറിയൊരു ആക്സിഡന്റ്, ആൾക്ക് 28 വയസ്സായി. ആൾക്ക് ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് ആളുടെ ഇടത്തെ ഭാഗത്തല്ലേ പറഞ്ഞ ഇടത്തെ ഭാഗത്തെ ഇവിടെ എന്തോ ഒരു 3 ഞരമ്പ് കട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പൊ ആൾക്ക്. അപ്പോ അത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു 6 ലക്ഷം രൂപ അടുത്ത് ചെലവുണ്ട്. അപ്പൊ അവരുടെ സാഹചര്യം വെച്ചിട്ട് അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവരിവിടെ നമ്മുടെ എന്താ പറയാ, ഇവിടെ നമ്മുടെ ഈ നാട്ടില് കുറച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കുറച്ച് ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയൊരു കാശ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒന്നും ആവാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോ എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ആ കയ്യിന്റെ സ്വാധീനം നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഗുണമായില്ലേ. അപ്പോ അതിനെ ചൊല്ലിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണത്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഇത് ഞങ്ങളുടെ മറ്റുള്ള വീഡിയോ പോലെ ഇത് കരുതരുത് കേട്ടാ. പരമാവധി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചെറിയൊരു ഒരു കയ്യിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു ഇതായത് കൊണ്ടാണ് നമുക്ക് എങ്ങനെ ഇത് വീഡിയോ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അതിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അത്രമാത്രം എന്തായാലും ചെയ്തോളൂ എല്ലാവരും. അപ്പൊ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോവാം. അപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഞാനും പൊന്നൂസും പൊടിമോളും കൂടി പോവാണ് കേട്ടോ. അപ്പൊ ബാക്കി കാര്യങ്ങൾ അവർ പറയാം, എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയാം. നമുക്കത് കറക്റ്റായി പറയാൻ അറിയില്ല. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടെ, ഈ വീഡിയോനെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തോട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, ഇതിനെ നമ്മൾ പറഞ്ഞ ആളുടെ വീട് ഇട്ടാ. അപ്പൊ നമ്മൾ വന്നിട്ടുണ്ട്, അവര് വാടകയ്ക്കാണ്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയാട്ടെ. അപ്പൊ നമുക്ക് കൂടുതൽ അറിവാവുമല്ലോ. നമുക്ക് അകത്തേക്ക് പോവാം. വാ പടിയാ. പേര് പറഞ്ഞില്ല. പറഞ്ഞ കാര്യം പറഞ്ഞത് ക്യാമറയിൽ നോക്കി കാര്യം പറഞ്ഞാൽ ഞാനിത് പണി കഴിഞ്ഞ് വരുമ്പോഴേ ഒരു ബൈക്കായിട്ട് ആക്സിഡന്റ് ആയതാ. അപ്പൊ അതില് കഴുത്തിന്ന് കയ്യിലേക്കുള്ള ഞരമ്പ് കട്ടായി. അപ്പൊ അതിനെ സംബന്ധിച്ചിപ്പോ കയ്യിലെ ഈ ഫിംഗറൊക്കെ വർക്ക് ചെയ്യും, അതിന് കുഴപ്പമില്ല. പക്ഷെ ഈ നമ്മുടെ എൽബോനും ഷോൾഡറും പോയി. ഈ ഷോൾഡറൊക്കെ ഇറങ്ങിപ്പോയി. ഇവിടുന്നുള്ള ചലനശേഷി ഇല്ല. ഇപ്പൊ ഈ വിരല് മാത്രം വർക്ക് ചെയ്യും. ഇതിപ്പോ എത്ര നാളായി? ഇതിപ്പോ ഒരു 4-5 മാസമായി. ഇപ്പൊ പെട്ടെന്ന് ചെയ്യണം. ഇപ്പൊ 4 മാസം ഓൾറെഡി ലേറ്റ് ആയി. ഇപ്പൊ ഈ ഞരമ്പോൾക്ക് പ്രവർത്തനം അലച്ചിന് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് സാഹചര്യം മോശം കാരണം നമ്മള് ഒന്നും നോക്കിയില്ല. ആ ഒരു 6 ലക്ഷം രൂപ കോയമ്പത്തൂര പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. ഇവിടെ തൃശ്ശൂരിന്നൊക്കെ റെഫർ ചെയ്ത് ഇവിടെ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ പൈസ. അപ്പൊ ഇതാണ് നമുക്ക് ഈ വീഡിയോ എങ്ങനെ ചെയ്യണ്ടേന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ ആളുടെ കയ്യിന്റെ ഇവിടെ എന്തോ വിട്ടിരിക്കണം എന്നാണ് പറയണത്. പിന്നെ ആളുടെ അമ്മ അപ്പൊ ഒരുപാട് നമ്മൾ ഈ ചെറിയ കൂട്ടായ്മ, നമ്മുടെ നാട്ടിലുള്ള ചെറിയ കൂട്ടായ്മയിൽ ഈ വാട്സപ്പ് മുഖേന ഇവര് അക്കൗണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ട് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ബാങ്കിന്റെ കാര്യത്തിൽ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് വലിയ ഇത് വരുന്നില്ല. നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ കാര്യങ്ങളൊന്നും അക്കൗണ്ടിലേക്ക് വരില്ല. ഇപ്പത്തെ ഈ 4 മാസം കൊണ്ട് എത്ര പൈസ വന്നു? 4 മാസം കൊണ്ട് 13,000 വന്നല്ലോ. ഇത് എത്രയും പെട്ടെന്ന് ആൾക്ക് ചെയ്തില്ല. ആളുടെ ഈ കയ്യിന്റെ സ്വാധീനം ഭയങ്കര പെശകാവും. അപ്പൊ അതുകൊണ്ട് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരും കൂടി ഒന്ന് അറിയിക്കുക. പിന്നെ ആളുടെ അച്ഛൻ അവിടെ ഷുഗറായിട്ട് വയ്യാണ്ട് കിടക്കണ്ട, നമ്മൾ കാണിക്കില്ല. ആള് വയ്യാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് വാടക വീടാണ്. അപ്പൊ ആൾക്ക് ആകെ 28 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ചെറിയൊരു ഉപകാരം എല്ലാരും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും. ഒരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉപകാരമായിരിക്കും. അപ്പൊ ഇതൊരു റിക്വസ്റ്റ് പോലെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. നമ്മുടെ സുഹൃത്തും കൂടിയാണ് കേട്ടോ ആള്, നമ്മുടെ സുഹൃത്തും കൂടിയാണ്. അപ്പോ ഒരു സഹായം എല്ലാരും ചെയ്യുക, അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാരും. ഒന്ന് ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടാ. അപ്പൊ അത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തണ് ട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ ഞങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായി. അപ്പൊ നമ്മൾ അവരെയും കൂടി അറിയിക്കണം. പൊന്നൂസൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ കളിപ്പിച്ചിട്ടുള്ള കുട്ടിയാണ്. പൊന്നൂസൊക്കെ കരഞ്ഞു. അപ്പോ അവരുടെ അവസ്ഥ എന്ന് പറയുമ്പോ ഭയങ്കര മോശമാണ്. അപ്പൊ അവര് വീട് ജപ്തി ചെയ്തു. അപ്പൊ ഒരു വാടകയ്ക്കാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 4 മാസത്തോളമായി. അത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അത് കയ്യിന് നിങ്ങൾ കണ്ടില്ല, അവന്റെ കയ്യിന്റെ കൂടെ എന്തോ വിട്ടിട്ട് ഞരമ്പ് വിട്ടും നല്ല മസിലൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. അവന്റെ കൈ കണ്ടപ്പോ അത്രയും അവന്റെ വലത്തെ കൈ ഇടത്തെ കണ്ടത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങളപ്പോ അതിൻ്റെതായ
അപ്പൊ നിങ്ങൾ പരമാവധി ഇതെല്ലാരും ഒന്ന് ഷെയർ ചെയ്യട്ടെ. പിന്നെ ബാക്കി കാര്യങ്ങൾ പൊന്നൂസറേ ഞാൻ പറഞ്ഞ ശരിയായില്ലേ പറഞ്ഞു. വേറെ ഒന്നല്ല, അവന്റെ ഈ അടുത്തേക്ക് അതിന്റെ ഒരു ഇപ്പൊ തന്നെ നേരം വൈകി, എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഈ കൈയുടെ സ്വാധീനം പോവും. ആകെ 28 വയസ്സായി. വളരെ ചെറുപ്പമായതുകൊണ്ടാണ് ഞങ്ങക്ക് ഇത്രയും സങ്കടം. ചെറുപ്പമായതുകൊണ്ടാണ് ഇത്രയും ഇത്. കാരണം അത് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ തന്നെ അവനതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവൻ ഒരു കോയമ്പത്തൂരാണ്, പ്രൈവറ്റ് ആകാനും 6 ലക്ഷത്തോളം വേണം. പക്ഷെ അവർക്ക് അതിനുള്ള ഒരു യാതൊരു മാർഗം ഇല്ല. അതാണ് ഞങ്ങൾ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ നമ്മളിങ്ങനെ അവരെ സഹായിക്കാന്ന് പറഞ്ഞു മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഈ ഫാമിലിനൊന്നും ഇഷ്ടപ്പെടാം. അപ്പൊ പിന്നെ അവരുടെ ബാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഈ മറ്റേ ഗൂഗിൾ പേ ചെയ്യണത്. പിന്നെ അവരുടെ അമ്മേരെയും അവന്റെ നമ്പർ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരെ വിളിക്കാൻ, ബന്ധപ്പെട്ട് ചോദിക്കാം. സഹായം എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ച് ചെയ്യാം. പിന്നെ അവരുടെ GP നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് പരമാവധി ഒന്ന് സഹായിക്കാം. എത്രയും പെട്ടെന്ന് ചെയ്യാം. നമുക്ക് വലിയൊരു തുകയല്ലോ, ഒരു 6 ലക്ഷം രൂപയുള്ളൂ. മറ്റേ എന്താ പറയാ, വേറെ കുറെ ഇതിൽ 1 കോടി 2 കോടി അങ്ങനത്തെ ഒരു ഇതല്ലാത്തത് കൊണ്ട് നിങ്ങള് എല്ലാരും ഒന്ന് ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളെ പറ്റി സഹായം നിങ്ങൾ ചെയ്യാ, പിന്നെ പരമാവധി ഷെയർ ചെയ്യാ. ഒരു ചെറുപ്പക്കാരന്റെ ഒരു ജീവിതമാണ്. അപ്പൊ ഒന്ന് സഹായിക്കണം കേട്ടോ എല്ലാരും. അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ. ഇത് ഞങ്ങളുടെ ബാക്കിയുള്ള വീഡിയോ പോലെ കരുതരുത് കേട്ടോ. അതൊരു ഒരു ഉപകാരമാണ് ചോദിക്കണ കേട്ടാ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ നേരം തിരിച്ച പൊന്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കയ്യിന്റെ വിരലിൽ അനക്കാൻ പറ്റില്ല. ഇപ്പൊ വിരല് മാത്രമേ അനക്കാൻ പറ്റില്ല, അവന് ഇവിടെ അനക്കാൻ പറ്റില്ല. കൈ കുറച്ച് അനങ്ങിണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കൈ അനങ്ങണില്ല, വിരല് മാത്രമേ. ഇനി നേരം വേഗാണെങ്കിൽ ആ വിരലും അനങ്ങാണ്ടാവും. അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിലാണ് ശരിയാവുള്ളൂ. അപ്പൊ എല്ലാരും പറഞ്ഞിതാക്കണ്ട. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ശരി.